പേര് ശ്രീദേവി, വയസ്സ് 73. ആശുപത്രിയിൽ പോകാൻ മാത്രമാണ് വീടിന് പുറത്തിറങ്ങുന്നത്. വീട്ടിലേക്കുള്ള ഏക വഴിയിൽ അയൽവാസി മതിൽ കെട്ടിയതോടെ ആശുപത്രിയിലെത്താനും പ്രയാസമാണ്. കോഴിക്കോട് കോട്ടുള്ളിയിൽ 25-ലധികം പേർ ഉപയോഗിക്കുന്ന പൊതുവഴി സ്വകാര്യ വ്യക്തി കയ്യേറിയിട്ടും അധികൃതർ അത് പൊളിച്ചു നീക്കാൻ തയ്യാറാകുന്നില്ല. 1 വർഷം മുൻപുണ്ടായ വീഴ്ചയിൽ കഴുത്തിനും നട്ടെല്ലിനും സാരമായി പരിക്കേറ്റ ശ്രീദേവി ഉൾപ്പെടെയുള്ളവരാണ് ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നതും. വീൽ ചെയറിൽ വെച്ച് 3-4 ആൾ വേണം വണ്ടീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. അത് ആ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടി സൗകര്യം കിട്ടിയാൽ അതൊരു വലിയ ഗുണമല്ലേ. ആളില്ലെങ്കിൽ സ്വീപ്പ് അവിടുന്ന് ഇറക്കി കൊണ്ടുപോവാൻ. ഇപ്പോൾ ഈ വീൽ ചെയർ ഉണ്ടെങ്കിലും അധികം നടന്നൂടാ. അപ്പോൾ അരേൻ്റെ താഴോട്ട് കുഴച്ചിൽ വരും. അതാണ് ഇതിപ്പോൾ ഒരു കഴിഞ്ഞ ജനുവരി 1 വീണോന്നൊരു കാരണമാണ്. അതിൻ്റെ അങ്ങോട്ട് പിന്നെ കിടപ്പ് തന്നെ. ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. സഹോദരിക്ക് സ്പൈനൽ പ്രോബ്ലമാണ്. അത് എന്താ പറയുക, ഡിസ്ക് പ്രൊട്രൂഷൻ എന്നാ പറയുക. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എപ്പം വേദന വരുന്നു പറയാൻ പറ്റത്തില്ല. കയ്യേറ്റം പൊളിച്ചു നീക്കാൻ കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയോ ജില്ലാ കലക്ടറോ അതിന് തയ്യാറാകുന്നില്ല. കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുമുണ്ട്. കോട്ടുള്ളി വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട രേഖകൾ വാങ്ങിക്കൊണ്ടുപോയതല്ലാതെ 8 ആഴ്ചയായിട്ടും നടപടിയില്ല. ശ്രീദേവിയും സഹോദരൻ രവീന്ദ്രന്റെയും നിയമ പോരാട്ടത്തിനാകട്ടെ 8 വർഷത്തെ പഴക്കവുമുണ്ട്. 8 വർഷമായിട്ട് കേസാണ്. ഹൈക്കോടതി ഉത്തരവുണ്ട് 2019 തന്നെ. കയ്യേറ്റം കണ്ടെത്തുന്ന പക്ഷം 2 മാസം കൊണ്ട് പൊളിച്ചു നീക്കുക. 2 മാസം കൊണ്ട് പൊളിച്ചു നീക്കിയിട്ടില്ലെങ്കിൽ കണ്ടംപ്റ്റ് വരും. ഒരു ഓൾഡ് പാത്വേ ആരുടെയും പേരിൽ അസസ് ചെയ്തിട്ടില്ലെങ്കിൽ, ആരും അതിന് റവന്യൂ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് സ്റ്റാൻഡ്സ് എ പുറമ്പോക്ക്. അപ്പം കോഴിക്കോട് കോർപ്പറേഷനാണ് അതിൻ്റെ ഉടമ. കയ്യേറ്റം കണ്ടെത്തിയിട്ടും അത് പൊളിച്ചു നീക്കാത്തതിനെ തുടർന്ന് കഷ്ടപ്പെടുന്നത് ഒരു 73-കാരിയാണ്. ഈ പുതുവർഷത്തിലെങ്കിലും അവർക്കൊരു വഴി തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ വിനോദ് മൊറാഴയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.